പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്റ്റോറി ലൈൻ അപ്ഡേറ്റും റോമൻ റെയിൻസ് കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ളത് ജഡ്ജ്മെൻറ്റ് ഡേയെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ജഡ്ജ്മെൻറ്റ് ഡേയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. അതിനെ തുടർന്ന് നടന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതും ഡാമിയൻ പ്രീസ്റ്റിൻ്റെ സമ്മതമില്ലാതെ മത്സരത്തിൽ ഇൻ്റർഫിയറൻസ് നടത്തിയെന്ന് JD മെക്ഡോണയും ഫിൻ ബാലറും ഒരുമിച്ച് മാപ്പ് പറയുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഡാമിയൻ പ്രീസ്റ്റും ഫിൻ ബാലറും ഇവർക്ക് തമ്മിലുള്ള ഒരു മത്സരം വരും എന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ ജഡ്ജ്മെൻറ്റ് ഡേക്കിടയിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇനി വരുന്ന ആഴ്ച അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ ഇവർക്കിടയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് വളരെ സ്ട്രോങ് ആക്കി കാണിക്കുന്നത് അത് വലിയൊരു സ്പ്ലിറ്റിലേക്കായിരിക്കും നയിക്കുക. അതുപോലെ തന്നെ അടുത്ത WWE പ്രീമിയം ലൈവ് ഇവൻ്റായ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദി റിംഗ് എന്ന് പറയുന്ന സൗദി അറേബ്യൻ ഷോയിലേക്ക് ഇപ്പോൾ 2 മത്സരങ്ങൾ ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ബെക്കി ലഞ്ച് വേഴ്സസ് ലിവ് മോർഗൻ തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ബെക്കി ലഞ്ചിൻ്റെ സെഗ്മെൻറ്റിൽ ഇൻ്റർഫിയറൻസ് നടത്തി വന്ന ലിവ് മോർഗൻ ബെക്കി ലഞ്ചിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഡാമേജ് കൺട്രോളിനെ അറ്റാക്ക് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ബെക്കിയെ ഒറ്റക്കാക്കി ലിവ് മോർഗൻ അവിടെ നിന്ന് മാറി നിൽക്കുന്ന ാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ലിവ് മോർഗൻ കുറച്ച് ആഴ്ചകളായി ബെക്കിക്കെതിരെയുള്ള ഒരു മത്സരം ചോദിച്ചു നടക്കുന്നു. അത് ബെക്കി ലഞ്ച് ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കൊടുക്കാമെന്നുള്ളതും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ സാമി സെയിനും ജാഡ് ഗേബിളും ബ്രോൺസൺ റീനും തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരവും സൗദി അറേബ്യൻ ഷോയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കൃത്യമായി പറയുകയാണെങ്കിൽ റസൽമീനിയ 40 ശേഷം ഈ 3 പേരും തമ്മിൽ നടന്നിരുന്ന വലിയ വലിയ ഫൈറ്റുകൾ അത് ഇപ്പോൾ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലേക്കാണ് നയിച്ചിട്ടുള്ളത്. റോ എപ്പിസോഡിൽ ജാഡ് ഗേബിളും ബ്രോൺസൺ റീഡും തമ്മിൽ ഏറ്റുമുട്ടിയ സിംഗിൾസ് മത്സരം സാമി സെയിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് മൂലം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുകയായിരുന്നു. പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലാണ് ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം നടക്കുമെന്നുള്ളത് സാമി സെയിൻ കൺഫേം ചെയ്യുന്നത്. എന്തായാലും മികച്ച 2 മത്സരങ്ങളാണ് ഇപ്പോൾ നിലവിൽ സൗദി അറേബ്യയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. കൂടാതെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലും ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലും സൗദി അറേബ്യ ഷോയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പങ്കുവെക്കുന്നു. ഇനി നമ്മൾ കിങ് ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന ടൂർണമെൻറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഡ്രൂ മാക്കൻഡയറിന് പരിക്ക് മൂലം മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഇനി ആദ്യ മത്സരത്തിൽ ഫിൻ ബാലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജെ ഊസോ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന മത്സരത്തിൽ റിക്കഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇല്യ ഡ്രാഗനോവും മെയിൻ ഈവൻറ്റിൽ ഷെയ്മസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗുന്തറും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടി. റോ ബ്രാൻഡിലെ ആദ്യ റൗണ്ടിലെ 4ാമത്തെ മത്സരം കോഫി കിങ്സ്റ്റനും റെയ്മിസ്റ്റിറ്റോയും തമ്മിലുള്ള ആ ഒരു മത്സരം അത് ഒരു ലൈവ് ഇവൻറ്റിലായിരിക്കും നടക്കുക എന്നുള്ളതും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടുത്ത റോ എപ്പിസോഡിലേക്ക് ഇല്യ ഡ്രാഗനോവും ജെ ഊസോയും തമ്മിലുള്ള ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെയ്മിസ്റ്റിഡിയോ കോഫി കിങ്സ്റ്റൺ തുടങ്ങിയ അവരുടെ മത്സരത്തിൽ വിജയിച്ചു വരുന്ന റെസ്ലറും ഗുന്തറും തമ്മിലുള്ള ഒരു ക്വാളിഫയിങ് മത്സരം അതായത് ക്വാർട്ടർ ഫൈനൽ മത്സരവും അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ്കക്ക് മെഡിക്കലി ക്ലിയറൻസ് ലഭിക്കാത്തത് കൊണ്ട് ഡക്കോട്ട കായിയാണ് റീപ്ലേസ് ചെയ്ത് മത്സരിച്ചത്. ലൈറ വാൽക്കിരിക്കെതിരെ ഡക്കോട്ട കായി പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഐവിൽ നൈലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോയ് സ്റ്റാർക്കും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. നഡാലിയ എന്ന വെറ്ററൻ റെസ്ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡാമേജ് കൺട്രോൾ അംഗമായ ഇയോ സ്കൈയും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഒരു ഹൗസ് ഷോ ലൈവ് ഇവൻറ്റിൽ വെച്ച് ഷെയ്ന ബേസ്ലറും സെലീന വെഗയും ഏറ്റുമുട്ടും. അതിൽ വിജയിക്കുന്ന റെസ്ലറിനും ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ നേടാൻ സാധിക്കും. അടുത്ത റോ എപ്പിസോഡിലേക്ക് ഈ ഷെയ്ന ബേസ്ലർ സെലീന വെഗ തുടങ്ങിയവരുടെ മത്സരത്തിൽ വിജയിച്ചു വരുന്ന റെസ്ലറും ഇയോ സ്കൈയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനലാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ലൈറ വാൽക്കിരിയ വേഴ്സസ് ജോയ് സ്റ്റാർക്ക് തമ്മിലുള്ള മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരം റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസ് സൗദി അറേബ്യൻ ഷോയിൽ അപ്പിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, ആ ഒരു സമയത്ത് റിട്ടേൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റാറ്റസ് റോമൻ റെയിൻസിനെ നിലവിൽ സൗദി അറേബ്യൻ ഷോയിലേക്ക് ബുക്ക് ചെയ്തിട്ടില്ല. അതിന് മുൻപത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൊന്നും റോമൻ റെയിൻസിൻ്റെ അപ്പിയറൻസ് അവർ കൺഫേം ചെയ്തിട്ടില്ല. റോമൻ റെയിൻസിൻ്റെ യാതൊരുവിധ സ്റ്റോറി ലൈൻ ഇൻവോൾവ്മെൻറ്റും നമുക്ക് ഈ സൗദി അറേബ്യ ഷോയുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കില്ല എന്നുള്ള നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണ്
പങ്കുവെക്കാനുള്ളത്. കൂടാതെ WWE തന്നെ ഔദ്യോഗികമായി പുറത്തേക്ക് വിട്ട സൗദി അറേബ്യയിലെ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദി റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ പോസ്റ്ററിലും റോമൻ റീൻസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റ് സൂപ്പർ താരങ്ങളെയൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിലവിലെ ചാമ്പ്യന്മാരാണ് എല്ലാവരും. അപ്പോൾ റോമൻ റീൻസിൻ്റെ ഇനി റിട്ടേൺ എന്തായാലും മിക്കവാറും സമ്മർ സ്ലാമിന് മുൻപായിരിക്കും എന്നുള്ളതായിരുന്നു നമുക്ക് ഇതുവരെ ലഭിച്ച ഒരു അപ്ഡേറ്റ്. അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും നിലവിൽ വരുത്തിയിട്ടില്ല. ബ്ലഡ് ലൈൻ ഗ്രൂപ്പിന്, അതായത് സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള പുതിയ ബ്ലഡ് ലൈൻ ഫാക്ഷന് ഈ വരുന്ന കിങ് ഓഫ് ദി റിംഗ് ടൂർണമെൻറ്റിൽ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്നും നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ടാമ ടോങ്ക വേഴ്സസ് ബോബി ലാഷ്ലി തമ്മിലുള്ള ആദ്യ റൗണ്ട് ക്വാളിഫയിങ് മത്സരം ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കും എന്നുള്ളതും WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ റോമൻ റീൻസിനെ സംബന്ധിച്ചും ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ സംബന്ധിച്ചും പങ്കുവെക്കാനുള്ളത്. റോമൻ റീൻസ് അവസാനമായി അദ്ദേഹത്തിൻ്റെ എക്സ് എന്ന പ്രൊഫൈലിൽ പങ്കുവെച്ചൊരു അപ്ഡേറ്റ് WWE പങ്കുവെക്കുന്നത് റസൽമീനിയ 41 ലൊക്കേഷൻ അനൗൺസ് ചെയ്ത ആ ഒരു റീട്വീറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ റോമൻ റീൻസ് അങ്ങനെ പ്രത്യേകിച്ച് ട്വീറ്റുകളൊന്നും ഇതുവരെ പങ്കുവച്ചിട്ടില്ല. അപ്പോൾ റോമൻ റീൻസിനെ സംബന്ധിച്ചുള്ള ഇനി എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. വീഡിയോ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.